ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഡെസ്ക് മേക്ക് ഓവർ രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കാണുന്ന മിക്ക വീഡിയോസിൻ്റെ അകത്തും പെഗ് ബോർഡ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉള്ളതുകൊണ്ട് എനിക്ക് അതിനോട് ഇത്തിരി ഒരു ഇഷ്ടം തോന്നി. അപ്പം ഞാൻ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് വർക്കാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. എൻ്റെ കയ്യിൽ തെർമോക്കോൾ ഉണ്ടായിരുന്നു, കാർഡ് ബോർഡും ഉണ്ടായിരുന്നു, പിന്നെ ചാർട്ട് പേപ്പർ പോയി ഞാൻ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ ചെയ്തു തുടങ്ങി. ഞാൻ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ 4 മണിയായി ഇതൊന്ന് ചെയ്തു തീരാൻ വേണ്ടി. ഒരു ഉച്ചയെല്ലാം കഴിഞ്ഞപ്പം എനിക്ക് ശരിക്കും മടുത്തു. എന്നിട്ട് നാളെ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ആ ഒരു ട്രിപ്പിലങ്ങ് ചെയ്ത് തീർത്തു. എന്തായാലും എനിക്ക് അവസാനത്തെ ഔട്ട്പുട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏകദേശം ഒരു ക്യൂട്ട് എസ്തറ്റിക് ആയിട്ടുള്ള ഒരു ഡെസ്ക് മേക്ക് ഓവർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ 2 തെർമോക്കോള് എന്നിട്ട് ഞാനതൊരു സ്റ്റിക്ക് കൊണ്ട് ജോയിൻ ചെയ്തേക്കുവാണ്. അങ്ങനെയാണ് ഞാനത് 2 എണ്ണം പ്ലേസ് ചെയ്തത്. ഇപ്പോൾ കുറേ ഫോറിൻ ഷോർട്സിൻ്റെ അകത്തൊക്കെ ഞാൻ ഈ ലുബുബു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ ഇത് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ബേസ് ചെയ്ത് ഞാൻ വരച്ചതാണ് കേട്ടോ. ഞാനൊരു പക്ക ബ്ലൂ തീമാണ് പിടിച്ചത്. എനിക്ക് പിങ്കിനേക്കാളും ഇഷ്ടം ബ്ലൂ കളറാണ്. സോ ഞാനൊരു ബ്ലൂ തീമിലാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഈ കീച്ചെയിൻ എല്ലാം തൂക്കിയിടുന്ന കട്ടിക്കുള്ള സ്റ്റാൻഡ് ഞാൻ ന്യൂസ് പേപ്പർ റോൾ ചെയ്തിട്ട് കളർ അടിച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ ചെറിയ സ്റ്റാൻഡ് പോലെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മറ്റേ ഫ്ലെക്സിബിൾ കമ്പിയില്ലേ, അത് എല്ലാ കടയിലും കിട്ടും. അത് ഞാൻ മേടിച്ചു. എന്നിട്ട് ഞാൻ ചെറിയ ഒരു എസ് ഷേപ്പിലാക്കിയാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടെ എസ്തറ്റിക് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പിക്ചേഴ്സ് അതിൻ്റെ അകത്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് എൻ്റെ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഈ ടേബിളിലുള്ള എല്ലാ സാധനവും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. സോ ഇതൊരു DIY ടൈപ്പ് ഡെസ്ക് മേക്ക് ഓവറാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.